ഞങ്ങൾ അന്ന് പറഞ്ഞത് എന്താണ്, പിണറായി വിജയൻജീൻ്റെ സർക്കാരിൽ ഒരു ഫയലോ ഒരു ഈച്ചയോ അനങ്ങാൻ അവിടുത്തെ ആ സർക്കാരിൻ്റെ മുകളിലിരിക്കുന്നവരുടെ അനുവാദം ഇല്ലാണ്ട് നടക്കില്ല. അത് അങ്ങനെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. നമ്മൾ അങ്ങനെ കൃത്യമായി നമുക്ക് അതിൻ്റെ ഒരു നോളജ് ഉണ്ട്. പിന്നെ ഇതൊരു വീഴ്ചയാണെന്ന് ആദ്യം പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കോറ്റീനെ അതിനെ ഇതായിട്ട് മുമ്പോട്ട് വയ്ക്കുന്നു. ഞങ്ങൾ അന്ന് പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ഇന്നും പറയുന്നു, ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ കളിക്കാരും രാഷ്ട്രീയ നേതാക്കന്മാർ സഹായിച്ചിട്ടുണ്ട് എന്ന് എല്ലാവരും ഏത് സാധാരണക്കാരോട് ചോദിച്ചാൽ ഇന്ന് അതാണ് അവർ പറയുന്നത്. ഇത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, ഗവൺമെൻറ്റിലിരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ സഹായത്തോട് മാത്രമേ ഇതെല്ലാം നടന്നിട്ടുള്ളൂ. വിശ്വാസികളുടെ എതിരെ ഈ ദ്രോഹവും ഈ 4.5 കിലോ സ്വർണ്ണക്കൊള്ളയും ഇതെല്ലാം ചെയ്തത് ഒരു പോറ്റിയൊന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ നല്ലൊരു ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. അത് ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കണമെന്ന് ആദ്യം മുതൽ ഞങ്ങൾ പറഞ്ഞത് SIT മാത്രം പോരാ. SIT കേരള പോലീസല്ലേ. കേരള പോലീസ് ആരുടെ കീഴിലാണ്? മുഖ്യമന്ത്രിൻ്റെ കീഴിലല്ലേ. ഇതെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിൽ കാരണം മാധ്യമ സുഹൃത്തിൻ്റെ ഒരു റിലൻറ്റ്ലെസ് കവറേജും ജനങ്ങളുടെ ഒരു ദേഷ്യവും വേദനയും അത് മനസ്സിലാക്കുന്നുണ്ട്. കോർട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കോർട്ട് തീരുമാനിച്ചു ഇത് നമ്മൾ സത്യം കണ്ടുപിടിക്കണം. SITൻ്റെ മേലെ പ്രഷർ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇന്നും പറയുന്നത്, ആദ്യം പറഞ്ഞത് ഇന്നും പറയുന്നു, ഇതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം. 30 കൊല്ലത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ട് പുറത്ത് ആക്കണം. ഇവിടുത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. ഇന്ന് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറയുന്ന കാര്യമാണ്. ഇവരത് തള്ളി ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇനി നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞു. ഇന്ന് അതാണ് എല്ലാവരും കാണുന്നത്. ശബരിമലേൻ്റെ കൊള്ള ശബരിമലനെ സംരക്ഷിക്കാൻ ഇവർക്ക് കഴിയുന്നില്ലെങ്കിൽ, സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ, വിശ്വാസികൾ നമ്മൾ കണ്ടല്ലോ 3 ദിവസം മുമ്പേ എന്താണ് അവരുടെ സ്ഥിതി. അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞ എൻ്റെ ഒരു ഓഫർ മുഖ്യമന്ത്രി ഞങ്ങളോട് പറയാം, ഇത് ഞങ്ങൾക്ക് കഴിയില്ല,